ശുഭകാമനയെ ഏതൊരു ശ്രേഷ്ഠ കർമ്മത്തിന്റെ പിന്നിലും വിവേകത്തിന്റെയും ത്യാഗത്തിന്റെയും സാന്ത്വനത്തിന്റെയും കരസ്പർശമുണ്ടാവും. പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത ഒരു ശക്തിയായിരിക്കും അത്. എന്നാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ ശക്തി തന്നെയായിരിക്കും ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അത് ചികഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. മറഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം ഭാഷയിലും കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ഓക്സിലറി വെർബിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് ടു അന്നപൂർണ സിമ്പിൾ ഹിന്ദി. നേ എന്ന ഓക്സിലറി വെർബിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നേ എന്ന ഓക്സിലറി വെർബിന്റെ പ്രയോഗത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് സകർമ്മക ക്രിയയും അകർമ്മക ക്രിയയും എന്താണെന്ന് ആദ്യം അറിയണം. ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ്, അകർമ്മക ക്രിയയും സകർമ്മക ക്രിയയും എന്താണെന്ന് ആദ്യം അറിയണം. എന്നാലേ നേ പ്രത്യയത്തിന്റെ യൂസേജ് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ നമുക്ക് അകർമ്മക ക്രിയയും സകർമ്മക ക്രിയയും എന്താണെന്ന് ആദ്യം നോക്കാം. എന്നിട്ട് നേയുടെ യൂസേജിനെ കുറിച്ച് പറയാം. ട്രാൻസിറ്റീവ് വെർബ് സകർമ്മക ക്രിയ എന്ന് പറഞ്ഞാൽ ക്രിയയോട് വെർബിനോട് ആരെ എന്തിനെ എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി കിട്ടണം, ആൻസർ കിട്ടണം. എന്താണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ? അതായത് സകർമ്മക ക്രിയ എന്ന് പറഞ്ഞാൽ വെർബിനോട് ആരെ എന്തിനെ എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി കിട്ടുന്നുണ്ടെങ്കിൽ അത് സകർമ്മക ക്രിയ, ട്രാൻസിറ്റീവ് വെർബാണ്. അതെങ്ങനെയാണ് എന്ന് നോക്കാം. ഇനി ക്രിയയോട് വെർബിനോട് ആരെ എന്തിനെ എന്ന് ചോദിച്ചാൽ ആൻസർ കിട്ടുന്നില്ല എങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ് വെർബാണ്, അതായത് അകർമ്മക ക്രിയയാണ്. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റിനോട് ചേർത്ത് നേ പ്രത്യയം ചേർക്കണം. സകർമ്മക ക്രിയയെ സബ്ജക്റ്റിനോട് ചേർത്ത് നേ പ്രത്യയം സബ്ജക്റ്റിനോട് ചേർത്ത് വേണം യൂസ് ചെയ്യാൻ. ഓബ്ജക്റ്റിനനുസരിച്ച്, അതായത് കർമ്മത്തിനനുസരിച്ച് ക്രിയയ്ക്ക് മാറ്റം സംഭവിക്കും. കർത്താവിനനുസരിച്ചല്ല കേട്ടോ, ഓബ്ജക്റ്റിനനുസരിച്ച്, അതായത് കർമ്മത്തിനനുസരിച്ച് ക്രിയയ്ക്ക് മാറ്റം സംഭവിക്കും. മനസ്സിലായോ? സീത സോയി, സീത ഉറങ്ങി. അവിടെ വെർബ് ഏതാ? സോയി അല്ലെ? സോയി എന്നതിനോട് ആരെ എന്തിനെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? ഇല്ല. അത് ഇൻട്രാൻസിറ്റീവ് വെർബ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടാത്തത്. അപ്പോൾ അത് അകർമ്മകമാണ്. അതിൻ്റെ കൂടെ നേ പ്രത്യയത്തിന്റെ ആവശ്യം വരുന്നില്ല. സീത ने खेला खाया, സീത പഴം തിന്നു. അവിടെ ഖായ എന്നതാണ് വെർബ് അല്ലെ? ഖായ എന്നതാണ് വെർബ്, ക്രിയ. ക്രിയയോട് നിങ്ങൾ എന്തിനെ കഴിച്ചു എന്ന് ചോദിച്ചേ, ഒന്ന് ചോദിച്ചേ. എന്തിനെ കഴിച്ചു? പഴത്തെ കഴിച്ചു, കേല കഴിച്ചു. സീത കേല കഴിച്ചു. അപ്പോൾ അവിടെ ട്രാൻസിറ്റീവ് വെർബാണ്. ട്രാൻസിറ്റീവ് വെർബ് ആകുമ്പോൾ നേ പ്രത്യയം ആവശ്യമായി വരും. നേ പ്രത്യയം അവിടെ ആവശ്യമാണ്. ഖേല എന്ന ഓബ്ജക്റ്റിനനുസരിച്ച് ഖായ എന്ന് വന്നു. ഖേല പുല്ലിംഗമായതുകൊണ്ട് ഖായ എന്ന് വന്നു. സബ്ജക്റ്റിനോട് ചേർത്ത് നേ പ്രത്യയം വന്നു. ഓബ്ജക്റ്റിനനുസരിച്ച് ക്രിയയ്ക്ക് മാറ്റവും സംഭവിച്ചു. ഇപ്പൊ പിടികിട്ടിയോ? ഇനി അടുത്ത് നോക്കാം. ലഡ്കി ഗയി, പെൺകുട്ടി പോയി. അവിടെ എന്താണ്? ട്രാൻസിറ്റീവോ ഇൻട്രാൻസിറ്റീവോ? സകർമ്മകോ അകർമ്മകോ? ഗയി എന്നതിനോട് നിങ്ങൾ ആരെ എന്തിനെ എന്ന് ചോദിച്ചേ ആൻസർ കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടത് ഇൻട്രാൻസിറ്റീവ്, അകർമ്മകമാണ്. അവിടെ നേ പ്രത്യയത്തിന്റെ ആവശ്യം വരുന്നില്ല. ലഡ്കിനെ പാടുപെട, പഠിക്കാനുള്ളതെല്ലാം പഠിച്ചിട്ടായിരിക്കും പെൺകുട്ടി പോയത്. അപ്പോ പഠ
എന്നതിനോട് ആരെ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നില്ലേ? പട, പഠിച്ചു. പട എന്ന വെർബിനോട് ആരെ പഠിച്ചു? പാഠത്തെ പഠിച്ചു ഇല്ലേ? അപ്പോ അവിടെ നേ പ്രത്യയം ആവശ്യമാണ്. അത് സകർമ്മക ക്രിയയാണ്. അത് ട്രാൻസിറ്റീവ് വെർബാണ്. മനസ്സിലായോ? ട്രാൻസിറ്റീവ് വെർബ് ടേക്സ് നേ വിത്ത് സബ്ജക്റ്റ് and the verb agree with the object in gender and number. മനസ്സിലായല്ലോ? ശരിക്കും പിടികിട്ടിയോ? ഇനി കുറച്ച് എക്സാമ്പിൾസ് തരുന്നുണ്ട്. നേയുടെ യൂസേജ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇനിയിപ്പോ നിങ്ങൾ സംസാരിക്കുമ്പോൾ നേ വേണം. നേ വന്നാൽ ആരെ എന്തിനെ എന്ന് ചോദിച്ചാൽ ആൻസർ കിട്ടണമെങ്കിൽ നേ വേണ്ടേ? അപ്പോൾ നേ ഇല്ലാതെ എങ്ങനെയാ ഇനി സംസാരിക്കുക? അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അവൻ തിന്നു, അവൾ തിന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് നേ പ്രത്യയത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇനി അവൾ പഴം തിന്നു എന്ന് പറയുമ്പോഴല്ലേ നേ പ്രത്യയത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോ അഥവാ സംസാരിക്കുമ്പോ നേ ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരില്ല. അതിൽ ആശയം ഉണ്ടായാൽ മതി. ഇനി നേ വേണോ നേ വേണ്ടയോ എന്ന് വെച്ചിട്ടൊന്നും ടോക്ക് ചെയ്യാൻ പോകാൻ പാടില്ല. സ്റ്റുഡൻസിന് ഇത് അത്യാവശ്യം തന്നെയാണ്. അവര് ഗ്രാമറൊക്കെ ചെയ്യുമ്പോൾ നേ വളരെയധികം കെയർ ചെയ്ത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയും. വിദ്യാർത്ഥികൾ യൂസ് ചെയ്യുമ്പോൾ നേ യൂസ് ചെയ്യണം. നേ എവിടെയാണ് വരുന്നതെന്ന് ശരിക്കും പഠിച്ചിട്ട് വേണം ചെയ്യാൻ. ലെഗ് എന്ന ഓക്സിലറി വെർബിന്റെ എല്ലാ നിയമങ്ങളും ഇതിനും ബാധകമാണ്. ലെഗ് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് എടുത്തു നോക്കണം. എന്നിട്ട് ഇത് കൂടുതൽ എക്സാമ്പിൾസ് ഈ ഞാൻ തന്ന എക്സാമ്പിൾസ് മാത്രം ചെയ്ത് നോക്കരുത്. നിങ്ങൾ ഡെയിലി ടോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് അങ്ങ് യൂസ് ചെയ്തിട്ട് ടോക്ക് ചെയ്യാൻ നോക്കണം ഇന്ന് മുതൽ. മനസ്സിലായോ? എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ശരിക്കും അങ്ങോട്ട് പിക്കപ്പ് ചെയ്യാൻ കഴിയൂ. എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ബൈ.